ചിക്കൻ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ചില്ലി ചിക്കൻ. വീഡിയോ കാണുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ചില്ലി ചിക്കന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, മൈദ, പിന്നെ ആവശ്യത്തിന് സോയാ സോസും പുളിക്ക് ആവശ്യമുള്ള സൊർക്കയും. ഇത്ര വെച്ച് ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളും കട്ട് ചെയ്തെടുക്കുക. സവാള, ക്യാപ്സിക്കം, മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും അതിൻ്റെ അറ്റത്തുള്ള ആ വൈറ്റ് പോർഷനില്ലേ ആ ബോൾ പോലത്തെ അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തോട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ ഒപ്പം ഒരു ബൗളിൽ 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കുക. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കുക. പച്ചമുളകും സവാളയും ചെറിയ രീതിയിലൊന്ന് വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് ഇടണ്ട, എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ അറ്റത്തുള്ള ആ ഒരു വൈറ്റ് പോർഷനില്ലേ അതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ സവാള വാട്ടുന്ന നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ചിക്കനും കൂടെ ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഗ്രേവി കുറച്ച് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ആ സ്പ്രിംഗ് ഓണിയൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെതറിട്ട് കൊടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.